ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ദാണ്ടെ നമുക്കിന്ന് വെണ്ടയ്ക്കയും മുട്ടയും വെച്ച് നല്ല അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. ഇതാണെങ്കിലുണ്ടല്ലോ, വെണ്ടയ്ക്ക കഴിക്കാത്തവർ പോലും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കും, അതിൽ കഴിക്കും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതാണ് ആ ഐറ്റം കേട്ടോ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ, നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ട് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ഒന്ന് എടുത്ത് ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ. അധികം കനമില്ലാത്ത രീതിയിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം, ഒരു 2-3 ടീസ്പൂൺ ഒക്കെ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്ക അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ വെണ്ടയ്ക്കകത്ത് നല്ലൊരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് മാറുന്നവരെയും നല്ലപോലെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പൊ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് എടുക്കുമ്പോഴേക്കും ഈ ഒരു വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. അതുവരെയും ഒന്നങ്ങ് വഴറ്റിയാൽ മതി. ഈ ഒരു വെണ്ടയ്ക്കയ്ക്ക് അധികം വഴുവഴുപ്പൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. ഒരുപാട് അങ്ങനെ കണ്ടില്ല കേട്ടോ. കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നതായത് കൊണ്ടായിരിക്കണം, അറിയില്ല. ഇപ്പൊ ദാണ്ടെ വെണ്ടയ്ക്കയുടെ ആ ഉള്ള വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി ഇപ്പൊ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെണ്ടയ്ക്ക കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണേ. അതായത് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോഴേക്കും ഇത് വെന്തു എന്നാണ് കേട്ടോ. കണ്ടോ, ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് വെന്തതിന് ശേഷമാണ് കേട്ടോ മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നത്. ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് നന്നായിട്ടൊന്ന് വഴറ്റി വെണ്ടയ്ക്കൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വെണ്ടയ്ക്കയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയം നമുക്ക് ഇനി ഇത് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കണേ. നമുക്ക് ഈ പാനിൽ വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഈ ഫ്രൈ ചെയ്ത വെണ്ടയ്ക്ക അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാം. അപ്പൊ ഞാനെല്ലാം കൂടെ മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. വീണ്ടും അതേ പാൻ തന്നെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി അതിലേക്ക് ഒരു സവാളന്റെ പകുതി അത് മാത്രം അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നീളത്തിലാണ് ഞാനൊന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അരിയാം, പക്ഷെ അധികം കനം കൂട്ടി അരിയേണ്ടെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എരിവിന് ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് വെന്ത് വന്നാൽ മതി, ഒരുപാട് നിറമൊന്നും മാറേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പൊ ദാണ്ടെ സവാളയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കളറും ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയം വരെ സവാള ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണേ. തക്കാളി ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം, അതായത് ഒരു തക്കാളിന്റെ പകുതി അത് മതിയാവും കേട്ടോ. അപ്പൊ അത്രയും അത് കുനുകുനാന്നൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പം മുട്ടയും ഈ വെണ്ടയ്ക്കയും വെച്ചിട്ട് പല രീതിയിലും തോരൻ ഉണ്ടാക്കാം. പക്ഷെ ഈ ഒരു ഐറ്റം കുറച്ച് വ്യത്യസ്തമായ ടേസ്റ്റാണ് കേട്ടോ. തക്കാളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴേക്കും നല്ലൊരു രുചിയാണ്. സാധാരണ നമ്മൾ തേങ്ങയും ഇതൊക്കെ ഇട്ട് ഇങ്ങനെ തോരൻ വെക്കാറുണ്ട്. പക്ഷെ അതിലും വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പം തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെയും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ആ മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ കുറച്ച് ഉപ്പ്, ആ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് ചിക്കി എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ചിക്കി എടുക്കണമെങ്കിൽ കുറച്ചൊന്ന് വെന്തതിന് ശേഷം ചിക്കിയാൽ മതി. ഞാനിപ്പോൾ ആദ്യം തന്നെ അങ്ങ് ചിക്കി എടുക്കുകയാണ്. അപ്പൊ ഈ മുട്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം കേട്ടോ, ഒരുപാട് അങ്ങ് ഹാർഡായി പോവരുത്. അപ്പൊ ആ രീതിയിൽ വേണം ഒന്ന് ചിക്കി എടുക്കാൻ.
ഇപ്പൊ ദാണ്ട് നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ സംഭവം ഇവിടെ സെറ്റ് ആവും കേട്ടോ. അപ്പം ഇത് തോരൻ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല, കാര്യം ഇതിലേക്ക് തേങ്ങയൊന്നും ചേർക്കുന്നൊന്നും ഇല്ല. എന്നാൽ മെഴുക്കുവരട്ടി എന്ന് പറയാമോ എന്നും അറിയില്ല. പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു സംഭവം, നല്ല ടേസ്റ്റ് ആണ്. ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ വെണ്ടയ്ക്കൊക്കെ മാറ്റി വെക്കുന്നവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും ഇത്, അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പൊ സംഭവം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ, കാണുമ്പോഴേ കഴിക്കാൻ തോന്നില്ലേ. അപ്പൊ അതാണ്, നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. ഇപ്പോഴാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക, അടിപൊളി ഒരു വെണ്ടയ്ക്ക ചെർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും വെണ്ടയ്ക്ക ഇതുപോലെ നിങ്ങൾ ഫ്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. ശേ, കമന്റ് ബോക്സിൽ അറിയിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി ഒരു റെസിപ്പി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.